യുവജനങ്ങളെ നാട് കടത്തുന്ന ആരെ എന്ന ചോദ്യമില്ല. ആ ചോദിച്ചതിന്റെ ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും, രണ്ടാമത്തത് രാഷ്ട്രീയ സംവിധാനങ്ങളും ഇവിടുത്തെ വ്യവസ്ഥിതിയുമാണ് കുടിയേറ്റത്തിന് വലിയ തോതിൽ കാരണമാകുന്നത്. ഗൾഫ് നാടുകളിലേക്ക് കുടിയേറിയിരുന്നു എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ജീവിത സുസ്ഥിതിക്ക് വേണ്ടി ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ ഗൾഫ് നാടുകളിൽ PR കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി സ്ഥിരതാമസമാക്കാൻ കഴിയില്ല. തിരിച്ചു പോരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ സംസ്ഥാനത്തിന് വരുമാനമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ സാമ്പത്തികത്തിന്റെ സംസ്ഥാന സാമ്പത്തിക അടിസ്ഥാനം ഗൾഫ് പണമായിരുന്നു. പിന്നീട് അത് മാറി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ നടത്തി വിദേശത്ത് പോയി പഠിച്ച് ജോലി മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകാതെ അവരങ്ങനെ പഠിച്ച് തിരിച്ച് അതിൽ ഒത്തിരി പേരെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വന്ന് രാജ്യത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്കും സാക്ഷാത്കരിക്കാനുള്ള ഉപകരണങ്ങളായി തീരുക എന്ന് പറയുന്നത് ആശാസ്യമാണ്. പക്ഷെ ഇന്നത്തെ പോക്ക് താങ്കൾ ചോദിച്ചതുപോലെ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈവൻ SSLC കഴിഞ്ഞു അല്ലെ +2 കഴിഞ്ഞിട്ട് കുട്ടികള് വിദേശത്തേക്ക് ഓടുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കേവലം എന്താ പറയാ ജീവിതത്തിലെ സുസ്ഥിതിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതികള് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ അച്ഛനോട് സൂചിപ്പിച്ചത്. ഇന്നലെ നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് അത് ഭാരതീയ പണിമുടക്കാണല്ലേ ഭാരത പണിമുടക്കാണെന്ന് പറഞ്ഞെങ്കിലും കേരളത്തിൽ നടന്നതുകൊണ്ട് കേരള പണിമുടക്കിനെ ഭാരത പണിമുടക്കെന്ന് വിളിക്കുകയാണ്. ആരോ അവിടെ ട്രോളിലിട്ടതുപോലെ കേരളത്തിലെ പുഴയെ ഭാരതപ്പുഴ എന്ന് വിളിക്കാമെങ്കിൽ കേരളത്തിലെ പണിമുടക്ക് മാത്രമുള്ള സ്ഥലത്തോട് നമുക്ക് ഭാരത പണിമുടക്കല്ലേ ഭാരതം എന്തെന്ന് പറയാന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു തമാശയാണ്. ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ യുവജനങ്ങളുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്നു. അവരുടെ സ്വൈര്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നത്, അവരുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത്, അവരുടെ ജോലി സാധ്യതകൾ തടയുന്നത്, അവരുടെ സുരക്ഷിതത്വ കുറവ്, അവരുടെ മെച്ചപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ, അതുപോലെ എപ്പോഴും ഭയചകിതമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്നത്, ഇതൊക്കെ പലരിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ചും അവരെങ്ങനെയെങ്കിലും പുറത്തുപോയി അവനവന്റെ സ്വൈര്യ ജീവിതം സാധ്യമാകുമല്ലോ, ഇനി ജോലി അല്ലെങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു മനുഷ്യനൊരു അന്തസ്സുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും അവര് സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അത് മാറണം തീർച്ചയായിട്ടും. ഞാനിപ്പോ ആ കോളേജിലെ ഒരു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരു വർഷത്തില് അവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ 100ഓളം വിദ്യാർത്ഥികള് അവര് ഈ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ലെറ്റർ ഓഫ് റെഫറൻസിനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് വരാറുണ്ട് ഓരോ വർഷവും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഭൂരിഭാഗവും നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലെ കുട്ടികളുമാണ്. ഒരു പ്രാവശ്യം സാന്റാമോണിക്ക അവര് 2 വർഷം മുമ്പാണെന്ന് എന്റെ ഓർമ്മ എറണാകുളത്ത് വലിയൊരു സമ്മേളനം നടത്തി 30,000 പേരെ അവർ റിക്രൂട്ട് ചെയ്ത് വിദേശത്തേക്ക് അയച്ചതിന്റെ 2/3 ഭാഗവും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെന്ന് അതിന്റെ MD തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതും സിറോ മലബാർ സഭയിലും അല്ലെങ്കിൽ അതുപോലുള്ള കത്തോലിക്ക സഭയിലുമുള്ള അംഗങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയുണ്ടായി. അപ്പൊ ഇവിടെ അവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ്. മറ്റുള്ള സമൂഹങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവ സമുദായത്തിന് സംവരണമില്ല, ജോലി സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സാമ്പത്തികമായ ഞെരുക്കമുണ്ടെങ്കിൽ സഹായിക്കാൻ ആളുകളില്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, ലോൺ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോലി കിട്ടിയിട്ട് അത് തിരിച്ചടയ്ക്കാം എന്ന ഒരു പ്രതീക്ഷയില്ല. ഇതൊക്കെ നഷ്ടപ്പെടുകയും കുറെ പേരെങ്കിലും പുറത്തു പോയിട്ട് ഈ പറയുന്ന അരക്ഷിതാവസ്ഥകളൊക്കെ അതിജീവിച്ച് അവിടെ ജീവിക്കുന്നത് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത്തരത്തിൽ അവർ പ്രതികരിക്കുന്നെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ കഴിയില്ല. അത് അവരുടെ ഒരു ആഗ്രഹമാണ്, അവർക്ക് സുസ്ഥിര ജീവിതം നയിക്കാനുള്ള അവരുടെ ജീവിതത്തിന്റെ ഒരു പുറപ്പാടാണ്. ആ പുറപ്പാടിനെ പക്ഷെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് അങ്ങനെ പോകുന്നതെല്ലാം ഒരുപക്ഷെ നമുക്ക് ഗുണകരമല്ല, അല്ലെങ്കിൽ പോകുന്ന എല്ലാ വിദേശ യാത്രകളും അല്ലെങ്കിൽ വിദേശ പഠനങ്ങൾ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് വേണ്ടി പോകുന്നവരെല്ലാവരും സുരക്ഷിതരാണെന്നോ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. നല്ല രീതിയിൽ സ്കോളർഷിപ്പ് നേടി പോകുന്നു. ഇപ്പോ എനിക്കറിയാം, ഒരു കുടുംബത്തിലെ 2 കുട്ടികള് യൂറോപ്യൻ സ്കോളർഷിപ്പ് കിട്ടി, 50 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് കിട്ടി 4 രാജ്യങ്ങളിലായി അവരുടെ PG പഠിക്കാനായിട്ട് പോയി. എൻ്റെ റിലേറ്റീവ് ആണ് 2 പേരും, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോ ആ PG പഠിക്കാനുള്ള യൂറോപ്യൻ സ്കോളർഷിപ്പ് നേടി 50 ലക്ഷം രൂപയ്ക്ക് പോയി പഠിക്കുന്നു. പഠിച്ച ശേഷം അവര് 4 രാജ്യങ്ങളിലും 4 സെമസ്റ്ററുകളായി പഠിച്ച് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനും സ്വന്തം നാട്ടില് നല്ല ജോലി സമ്പാദിക്കാനും പരിശ്രമം നടത്തുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നല്ലതാണ്.
അതല്ല ഇനി വിദേശത്ത് അവർക്ക് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അവിടെയും സുരക്ഷിതാവസ്ഥയിൽ അവർ സെറ്റിൽഡ് ആകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലെ മഹാഭൂരിപക്ഷവും ഈ പോകുന്നതിൽ മഹാഭൂരിപക്ഷവും അവിടെ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്ന അറിയിപ്പുകൾ. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം വലിയ പ്രത്യാശയോടെ പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ കേട്ടത് ഇംഗ്ലണ്ടിലടക്കം UK നമ്മുടെ ഇത്തരം കുടിയേറ്റങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് പോകുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നു. അവിടെയൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള കോളേജുകൾ ആണ് അവർ പഠിക്കുന്നത്. ഇപ്പോഴത്തെ പണ്ടത്തെ പാരലൽ കോളേജിനേക്കാളും മോശമായ അവസ്ഥയിലുള്ളത് യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പഠിക്കേണ്ടി വരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു അംഗീകാരം അന്തർദേശീയമായിട്ടില്ല. പക്ഷെ പണം മുടക്കേണ്ടി വരുന്നു. ഇവിടുന്ന് അവന്റെ ജീവനും സ്വത്തും അല്ലെങ്കിൽ അവന്റെ ഉപജീവന മാർഗമായിട്ടുള്ള സമ്പത്ത് മുഴുവനും ബാങ്കിന് പണയപ്പെടുത്തി പണമെടുത്ത് വിദേശത്ത് പോയി പഠിക്കുന്നു. പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ 5, 10, 20 മണിക്കൂർ അവർക്ക് ഒരുപക്ഷെ അവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുമായിരിക്കും. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാം, അവന്റെ ഉപജീവനം നടക്കുമെന്ന് വിചാരിച്ചാണ് പോകുന്നതെങ്കിലും നല്ലൊരു ശതമാനത്തിന് അത് സാധിക്കാതെ വരുന്നു. നല്ലൊരു ശതമാനത്തിന് ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് പോയി കാര്യമായ വിലയില്ലാതെ വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല യൂണിവേഴ്സിറ്റികളും നല്ല സ്ഥാപനങ്ങളിലും പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ ഏതെങ്കിലും വിധത്തിൽ വിദ്യാർത്ഥികളെ അവിടെ എത്തിച്ച് അവർക്ക് കിട്ടേണ്ട കമ്മീഷനും മേടിച്ചിട്ട് ഈ വിദ്യാർത്ഥികൾ അവിടെ നരകയാതന അനുഭവിക്കുന്ന ഇഷ്ടംപോലെ സംഭവങ്ങൾ UK കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ള വസ്തുതയെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അത് നമ്മൾ തിരുത്തപ്പെടേണ്ടതുമാണ്. അതിന് തക്ക ഒരു യുവജന നയം നമ്മുടെ നാട്ടിലുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കൃത്യമായ ഒരു യുവജന നയം നമുക്ക് വേണം, നമ്മുടെ സംസ്ഥാനത്തിന് വേണം. ഒരു തൊഴിൽ നയം വേണം. നമ്മുടെ യുവജനങ്ങളെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്കറിയാം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പാർലമെന്റിൽ ഒരു പ്രാവശ്യം അറിയിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. 10-1 പേര് വെച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് തൊഴിലില്ലാത്തവരെന്ന് പറയുണ്ടായി. നമ്മൾ ആ കൂടി 2%, 2% ഉള്ളൂ. അപ്പൊ ആ തരത്തിൽ ഒരു തൊഴിൽ നയം നമുക്കില്ല. അത് സംസ്ഥാനത്തിനുമില്ല. ആ തരത്തിൽ നമുക്ക് സംവിധാനങ്ങൾക്കുമില്ല. സാമൂഹിക സുരക്ഷിതത്വ നയം നമുക്ക് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് ഇവിടെ ഇല്ല. ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ ചെന്നാൽ അതിനെ തകർക്കുക, ഒരു സ്വയം സംരംഭത്വവുമായിട്ട് ചെല്ലുന്ന ആളുകളെ അതിൽ നിരുത്സാഹപ്പെടുത്തുക, അവരെ ഏത് വിധേനയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. നിലവിലുള്ള സംവിധാനങ്ങളെ തകർക്കുക. ആശുപത്രികളാണെങ്കിൽ ആശുപത്രികളുടെ അവസ്ഥകൾ ഇപ്പൊ എത്രമാത്രം ശോച്യമായിരിക്കുന്നു. ആശുപത്രിയിലേക്ക് ഭരണാധികാരികൾ പോലും ചികിത്സയ്ക്ക് പോകാൻ ഭയക്കുന്ന അവസ്ഥയിൽ അവർ സ്വകാര്യ ആശുപത്രികളെ തേടി പോകുന്നു. സർക്കാർ ആശുപത്രികള് കൂടി 30% ആളുകളാണ് അതിന്റെ പ്രയോജനം എടുക്കുന്നത്. അവിടേക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാര് പോലും ചികിത്സയ്ക്ക് പോകാൻ മടിക്കുന്ന സാഹചര്യങ്ങൾ. വിദ്യാലയങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേക്കൂത്തുകളായി വീണ്ടും ആ തരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമരമാർഗങ്ങളും കലാപങ്ങളും ബഹളങ്ങളും കലാലയങ്ങള് സർവകലാശാലകൾ അടക്കം ആ തരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ വീണ്ടും താഴേക്ക് വലിച്ചിടുന്ന വിധത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കൃഷി ഒരിക്കലും നമുക്ക് ആശാസ്യമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു പ്രതീക്ഷ നൽകാത്ത മേഖലയായി മാറിയിരിക്കുന്നു. ഇവിടെ ആശുപത്രികൾ ഇഷ്ടം പോലെ തുടങ്ങുന്നു, ആശുപത്രികളെ വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഈ ഹോസ്പിറ്റലിന് വേണ്ടി ചെലവഴിക്കുന്നു ഗവൺമെന്റ് അവകാശപ്പെടുന്ന പണത്തിന്റെ ഒരു ഭാഗം കർഷകർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങൾ നിർത്തുന്ന പോലെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ആ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കുകയും ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നമുക്ക് ശ്രമകരമാണ്, അല്ലെങ്കിൽ എത്രയോ വിജയകരമായിട്ട് നമുക്ക് നാടിനെ നമ്മുടെ ആരോഗ്യ പരിരക്ഷയെ സാധ്യമാക്കി എടുക്കാം എന്നുള്ളത് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ പോകുന്നത്? അതുപോലെ തന്നെ വ്യവസായം, ആരെങ്കിലും ഒരു സംരംഭകത്വ വ്യവസായം തുടങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ഏത് വിധേനയും തകർക്കുക എന്നുള്ള രീതി ഇന്നും മാറിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നത് നമ്മുടെ കിഴക്കമ്പലം സാബു ഒക്കെ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് ചേക്കേറിയതും 10,000-കണക്കിന് ആളുകള്, അതുപോലെ തന്നെ 1000-കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അനേകർക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇവിടുന്ന് മുളയിലെ നുള്ളിക്കളഞ്ഞിട്ട് ഇവിടുന്ന് ഓടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുമാത്രം ആളുകൾക്ക് ജോലി കിട്ടുമായിരുന്നു. സാധാരണക്കാരടക്കം, ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം, സാധാരണ തൊഴിൽ ചെയ്യുന്നവരടക്കം എത്രയോ ആളുകൾക്ക് കിട്ടാവുന്ന ജോലികളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു നയമില്ല, നമുക്ക് കൃത്യമായിട്ടൊരു നയമില്ല. അതിന്റെ എല്ലാം മുകളിൽ രാഷ്ട്രീയത്തെ സ്ഥാപിച്ചുകൊണ്ട്, അല്ലെ പാർട്ടിയത്തെ സ്ഥാപിച്ച്, രാഷ്ട്രീയം എന്നതിനെ വിളിച്ചുകൂടാ, പാർട്ടിയത്തെ സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് ആ ദുരന്തം. ഇപ്പൊ അതേ സമയത്ത് ഭരണാധികാരികൾക്ക് ഇതിനൊന്നും എന്താ പറയാ വിഷമമില്ല. ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏകദേശം 3 കോടി രൂപ ചെലവാക്കി ചികിത്സയ്ക്ക് മന്ത്രിമാരുടെ എന്ന് പറയുന്നു. കണ്ണട വാങ്ങാനായിട്ട് 3 ലക്ഷം രൂപ 4 മന്ത്രിമാർക്ക്. നമ്മളൊക്കെ സാധാരണ കണ്ണട വാങ്ങുന്നത് എത്ര രൂപയാകും, എത്ര വില കൂടിയത് വാങ്ങുക നമുക്കറിയാം. 4 മന്ത്രിമാർക്ക് 3 ലക്ഷം രൂപ കണ്ണട വാങ്ങാനായിട്ട് ചെലവഴിക്കുന്ന നാടാണിത്. അതുപോലെ 2ാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ
ഏകദേശം 19 മാസം കൊണ്ട് 2 കോടി രൂപയാണ് ചികിത്സയ്ക്ക് ആദ്യത്തെ 19 മാസം 1.5 വർഷം ചെലവാക്കിയത്. നമ്മുടെ കൃഷ്ണൻകുട്ടി മന്ത്രിക്ക് തന്നെ ഏകദേശം 60 ലക്ഷത്തിനടുത്ത് രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത്. അതായത് വിവരാവകാശ നിയമം ലഭിച്ച രേഖയില് അദ്ദേഹം അതുപോലുള്ള മൃതപ്രായരായിട്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ ആരോഗ്യമില്ലാത്ത മന്ത്രി എങ്ങനെയാണ് ഒരു മന്ത്രി സഭ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുക, അദ്ദേഹം അതിനെ കൃത്യമായ വിധത്തിൽ ഭരിച്ചുകൊണ്ട് പോവുക? അങ്ങനെയുള്ളവരെ ആരെങ്കിലും നിർബന്ധിച്ചോ മന്ത്രിയാക്കാനായിട്ട്? 1.5 കോടി രൂപയിൽ അടുത്ത് മുഖ്യമന്ത്രിക്ക്, ഞാൻ പറയുന്നത് ചികിത്സിക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല, എന്തുകൊണ്ട് ഈ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഇവിടെ ലഭ്യമാക്കത്തക്ക വിധത്തിൽ സാധിക്കാതെ ഇത് വിദേശത്തേക്ക് കൊണ്ട് ഒഴുക്കുന്നു? പണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പണം വന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് അവരുടെ സമ്പത്ത് മുഴുവൻ അവിടെ PR എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒന്നുകൂടെ ചോദ്യമാവുന്നു. നമ്മുടെ ഈ കേരളത്തിലേക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 40 ലക്ഷത്തോളം എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ഔട്ട്സൈഡ് കേരള തൊഴിലാളികൾ ഇവിടെ വന്നു കഴിഞ്ഞു. അവരുടെ മാസാമാസം കിട്ടുന്ന വരുമാനങ്ങള് കേരളത്തിന് വെളിയിലേക്ക് ഒഴുകുമ്പോൾ ആ തരത്തിൽ ഇവിടുത്തെ എക്സ്ചക്കറിൽ നിന്ന്, ഇവിടുത്തെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും മണലൊഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ആണ് ഈ മന്ത്രിമാരുടെ ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണമാണ് വിദേശത്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവിടെ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ അതിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ന്യായങ്ങൾ ഉയർത്തി മറ്റ് സമരങ്ങൾ ചെയ്ത്, ഇപ്പൊ തന്നെ ഒരു സമരം നോക്കുക. ഈ സമരം കലാലയ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന സമരത്തിന്റെ ലക്ഷ്യം എന്താണ്? പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യുക, ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന പരാജയങ്ങളെ, സർക്കാരിനുണ്ടാകുന്ന അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ, ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ, മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു രീതി ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ് ജോജി, എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവജനങ്ങൾ ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വിദേശത്തേക്ക് ഒഴുകുന്നത്. അവിടെ സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കണമെന്ന് നിർബന്ധം നമുക്കില്ല. പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അത് അപകടം ചെയ്യും.